അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കരുണക്കടലായ അള്ളാഹുവിനോട് എപ്പോഴും അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. നമ്മളെല്ലാവരും ദീർഘായുസ്സിനെ ആഗ്രഹിക്കുന്നവരാണ്. കുറേ നാൾ നമ്മുടെ ദുനിയാവിൽ ജീവിച്ചിരുന്നെങ്കിൽ അത് തെറ്റൊന്നുമല്ല. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പടച്ചവനോട് ദുആ ചെയ്യുന്നത്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ ജോലി വനത്തിൽ പോയി വിറക് വെട്ടി ശേഖരിച്ച് അതിനെ തലയിൽ ചുമന്ന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ക്യാഷുണ്ടാക്കിയിട്ട് അന്നുള്ള അന്നത്തിന് വക കണ്ടെത്തുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അയാൾ എല്ലാവിധ തിന്മയുടെയും അടിമയായിരുന്നു. മദ്യപിക്കും, എന്നിട്ട് ജനങ്ങളെയൊക്കെ ചീത്ത വിളിക്കും, ജനങ്ങളെല്ലാം ആക്രമിക്കും. അങ്ങനെ നാട്ടിൽ എല്ലാവർക്കും ഈ മനുഷ്യനൊരു ശല്യമായി മാറി. എല്ലാവർക്കും പ്രയാസമായി ഈ മനുഷ്യനെ കൊണ്ട്. വീട്ടുകാർക്കും നാട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ പ്രയാസമായി. ജനങ്ങൾ സ്വാലിഹ് നബിയുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പ്രവാചകരെ, അങ്ങ് അള്ളാഹുവിൻ്റെ നബിയാണല്ലോ, ഈ മനുഷ്യനെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ പൊറുതിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുകയാണ്. അവൻ്റെ അക്രമത്തിൽ നിന്നും ശല്യത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ വേണം. അതിനങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണമെന്ന് ജനങ്ങൾ സ്വാലിഹ് നബിയോട് പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, ഈ മനുഷ്യൻ ജനങ്ങൾക്കൊക്കെയും ശല്യമാണ്, ഇവൻ്റെ ശല്യത്തിൽ നിന്നും എൻ്റെ ജനതയെ നീ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അള്ളാഹു തആല സ്വാലിഹ് നബിക്ക് ഉറപ്പ് കൊടുത്തു, സ്വാലിഹേ, ഈ മനുഷ്യൻ്റെ അന്ത്യം നാളെയായിരിക്കും, നാളത്തോടുകൂടി ഇവൻ മരിക്കും, ഇനി ഇവന് ദുനിയാവിൽ ജീവിതമില്ല, ഇവൻ്റെ ശല്യം നാളത്തോടുകൂടി അവസാനിക്കും. സ്വാലിഹ് നബി ജനങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു അറിയിച്ചിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ ആയുസ് നാളെ ഒരു ദിവസവും കൂടിയേ ഉള്ളൂ, നാളെ വൈകുന്നേരത്തിനിടയിൽ ഈ മനുഷ്യൻ മൗത്തായിരിക്കുമെന്ന് പറഞ്ഞു. ജനങ്ങൾക്കൊക്കെ സന്തോഷമായി. കാരണം അത്രയ്ക്കും വലിയ ശല്യക്കാരനായിരുന്നു ഈ മനുഷ്യൻ. നമുക്ക് പറയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും വലിയ ശല്യക്കാരനും തെമ്മാടിയും വൃത്തികെട്ടവനും ഒക്കെ ആയ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കാൻ ആരും കൊതിക്കൂലല്ലോ. അതുപോലെ തന്നെ ആ നാട്ടുകാരും ആഗ്രഹിച്ചത്. എല്ലാവരും പിറ്റേന്നത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പതിവ് പോലെ തന്നെ ഈ മനുഷ്യൻ രാവിലെ വിറകും വെട്ടുന്നതിന് വേണ്ടി, ശേഖരിക്കുന്നതിന് വേണ്ടി ആയുധവും കയറുമൊക്കെ ആയിട്ട് വനത്തിലേക്ക് പോയി ഈ മനുഷ്യൻ്റെ മരണവാർത്ത കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അതാ എല്ലാ ദിവസവും വരുന്നത് പോലെ വൈകുന്നേരം ഈ മനുഷ്യൻ വിറകും തലയിൽ ചുമന്നുകൊണ്ട് അവൻ വരികയാണ്. ജനങ്ങളെല്ലാവരും അത്ഭുതത്തോടു കൂടി സ്വാലിഹ് നബിയുടെ അടുക്കലേക്ക് ചെന്നു. ചോദിച്ചു, നബിയെ, അങ്ങല്ലേ പറഞ്ഞത് ഈ മനുഷ്യൻ ഇന്ന് മരണപ്പെടും, ഇന്നവൻ്റെ അന്ത്യമാണെന്ന് പറഞ്ഞത്? സ്വാലിഹ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, കാര്യം അന്വേഷിക്കാൻ വേണ്ടി. അള്ളാഹു തആല പറഞ്ഞു, നീ അവനോട് തന്നെ വിളിച്ച് ചോദിക്കുവാൻ പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ നബിയുടെ അടുക്കലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ മനുഷ്യൻ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുകൂടി ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ സാധാരണ ഞാൻ വനത്തിൽ പോയി വിറക് ശേഖരിച്ച് ക്ഷീണിതനാകുമ്പോൾ കഴിക്കാൻ ഞാൻ ആഹാരവും കൊണ്ടാണ് പോകുന്നത്. ഇന്നും പതിവ് പോലെ ഞാൻ റൊട്ടിയുമായിട്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒട്ടിയ വയറുമായിട്ടൊരു മനുഷ്യൻ എൻ്റെ വീട്ടുവാതിൽക്കൽ വന്ന് വല്ലതും കഴിക്കാൻ തരണമെന്ന് എന്നോട് ദയനീയമായി പറഞ്ഞപ്പോൾ ഞാൻ ശേഖരിച്ച് വെച്ചിരുന്ന കൊണ്ടുപോകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൊട്ടിയിൽ നിന്നും ഒന്ന് ആ മനുഷ്യനിക്ക് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ വേറെ വിറക് വെട്ടുന്നതിന് പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ വിറക് കെട്ടൊന്ന് അഴിക്കാൻ പറഞ്ഞു. ആ വിറക് കെട്ടഴിക്കുമ്പോൾ കൂടി നിന്ന നൂറുകണക്കിന് ആളുകളെ അത്ഭുത പരിതന്ത്രരാക്കിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കറുത്ത മൂർഖൻ പാമ്പ് പണമുയർത്തി പുറത്തേക്ക് ചാടി. സ്വാലിഹ് നബി ജനങ്ങളോട് പറഞ്ഞു, ഈ മനുഷ്യൻ വനത്തിൽ പോയി വിറക് വെട്ടി വിറക് ശേഖരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പാമ്പ് കടന്നുകൂടുകയും വിറക് ചുമന്നുകൊണ്ട് വരുമ്പോൾ ഈ മനുഷ്യനെ ആ പാമ്പ് കൊത്തിയിട്ട് മരിക്കാനുമായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം. പക്ഷേ ഈ മനുഷ്യൻ ആ സാധുവായ ആളിന് ഒരു റൊട്ടി കൊടുത്ത് സഹായിച്ചപ്പോൾ ആ ഫക്കീറായ മനുഷ്യൻ 2 കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്ക് വിശപ്പിന് പരിഹാരം കാണിച്ചു തന്ന, എനിക്ക് അന്നം തന്ന അദ്ദേഹത്തിന് നീ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണമേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തപ്പോൾ ആ ഫക്കീറിൻ്റെ ദുആ അള്ളാഹു തആല സ്വീകരിച്ചു. ആ ചെയ്ത ധർമ്മത്തിൻ്റെ പേരിൽ അള്ളാഹു ഈ മനുഷ്യൻ്റെ മുസീബത്തുകൾ മാറ്റിയിട്ട്
അള്ളാഹു ഇവന് ദീർഘായുസ് നൽകി എന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാം അവിടെ കൂടി നിന്ന ജനങ്ങളോട് പറഞ്ഞു. അസ്സദഖത്തു റദ്ദുൽ ബല, ധർമ്മം മുസീബത്തുകളെ തട്ടിമാറ്റുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ അസലിയായ തീരുമാനത്തെപ്പോലും മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് ധർമ്മവും പ്രാർത്ഥനയുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഫുഖറാഇൻ്റെ സാധുക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. ആ രീതിയിൽ അള്ളാഹു തആല നമുക്ക് തന്ന ദൗലത്ത്, നസീബ്, അത് വേണ്ടുന്ന അവൻ്റെ മാർഗത്തിൽ കഴിവിൻ്റെ പരമാവധി ചിലവഴിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന മുസീബത്തുകളിൽ നമുക്ക് രക്ഷപ്പെടാനും നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുവാനും ഒക്കെ അതൊരു കാരണമായി തീരും. അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തുകൂടെ നിങ്ങൾക്ക് ഇഷ്ടമായതെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതൊന്ന് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ അവൻ്റെ പൊരുത്തത്തിലായി കബൂലാക്കി നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ കാരണമാക്കട്ടെ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.